എല്ലാവർക്കും ക്രിക്കറ്റ് പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനെ പറ്റിയാണ്. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫ്രാഞ്ചൈസികളിലൊന്നായ ചെന്നൈ സൂപ്പർ കിങ്സ് 18ാം സീസൺ ഇറങ്ങുമ്പോൾ 6ാം കീഴത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടുന്നില്ല. ചെപ്പോക്കിലെ സ്ലോ ടേണിംഗ് പിച്ചുകളിൽ സ്പിന്നറായ നൂർ അഹമ്മദിനെയും വെറ്ററൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിനെയും എത്തിച്ചത് ഇത്തവണയും പ്രധാന മാറ്റമായി സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തിയതും കപ്പ് പ്രതീക്ഷ തന്നെയാണ്. അതുപോലെ തന്നെ സ്പിൻ ഹിറ്റർ എബിലിറ്റിയുള്ള രാഹുൽ ത്രിപതിയും ദീപക് ഹൂഡയും ശിവം ദുബെയും ടീമിലുണ്ട്. കോൺവേക്ക് വിരലിലേറ്റ പരിക്ക് ഭേദമായിട്ടുണ്ടെങ്കിൽ മുൻവർഷത്തെ പോലെ ഋതുരാജ് കോൺവേ സഖ്യം തന്നെയായിരിക്കും. അല്ലെങ്കിൽ രഞ്ജിൻ രവീന്ദ്രയ്ക്കൊപ്പം ഋതുരാജ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. വ്യക്തമല്ലാത്ത കാരണങ്ങൾ മൂലം രവീന്ദ്ര ജഡേജ സ്ക്വാഡിൽ ജോയിൻ ചെയ്യാൻ വൈകുമെന്നും ആദ്യ മത്സരങ്ങളിൽ ഉണ്ടാവില്ല എന്നും വാർത്തകൾ വന്നിരുന്നു. എങ്കിലും ഇന്നത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രവീന്ദ്ര ജഡേജയും സാം കരണും ടീമിന് അധിക ബാറ്റിംഗ് ഡെപ്തുകളും ബോളിംഗ് ഡെപ്തുകളും നൽകുന്നു. ധോണിയുടെ സാന്നിധ്യം ഡെത്ത് ഓവറുകളിൽ ചെന്നൈക്ക് തുണയാവും. ഇതുകൂടാതെ രഞ്ജിൻ രവീന്ദ്രയും ശിവം ദുബെയും ഓൾറൗണ്ടർമാരായി ടീമിലുണ്ട്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അൻഷുൻ കാംബോജ് ഇത്തവണ പ്ലേയിങ് 11 ഇടം നേടിയാൽ അത്ഭുതപ്പെടാനില്ല. ചെപ്പോക്കിലെ സ്പിൻ പിച്ചിൽ മധ്യ ഓവറുകളിൽ റണ്ണൊഴുക്ക് തടയാൻ നൂർ അഹമ്മദും രവി അശ്വിനും സാധിക്കും. പ്രത്യേകിച്ചും ഇടംകയ്യൻ ബാറ്റ്സ്മാൻമാർക്ക് എതിരെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ഈ സഖ്യം. മതീഷ പതരാനെയും നഥാൻ എല്ലിസും നയിക്കുന്ന പേസ് അറ്റാക്ക് എത്രത്തോളം മൂർച്ചയുള്ളതാണെന്ന് കണ്ടറിയണം. സാം കരൻ്റെ ഒരു എക്സ്ട്രാ പേസ് ബോളിംഗ് ഓപ്ഷൻ കൂടിയായിരിക്കും. എവേ മാച്ചുകളിൽ ഫാസ്റ്റ് ബോളേഴ്സ് പ്രധാന ഘടകമായിരിക്കും. അതേസമയം ഹൈ സ്കോറിംഗ് മാച്ചുകളിൽ തിരിച്ചടിയാവാൻ സാധ്യതയുള്ളതും പേസ് ബോളിംഗ് തന്നെയാണ്. ബാറ്റിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും സമ്പന്നമായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ പ്ലേ ഓഫിലേക്ക് സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിലൊന്നാണ്. ടീമിന് പ്രധാന നെടുന്തൂണായി ധോണിയുണ്ട്. ധോണി ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നുവെന്നത് ചെന്നൈയുടെ മൊത്തത്തിലുള്ള ടീം ഘടനയെ തന്നെ ബാധിക്കുന്നതാണ്. സാം കരണെയും നൂർ അഹമ്മദിനെയും പിച്ചിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് മാറി മാറി കളിപ്പിക്കാനാണ് സാധ്യത. സാം കരണും നൂർ അഹമ്മദും ടീമിന് നൽകുന്ന ബാലൻസ് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ബിഗ് ഹിറ്റേഴ്സായ രാഹുൽ ത്രിപാഠിയും ദീപക് ഹൂഡയും വിജയ് ശങ്കറുമെല്ലാം എത്തരത്തിലാണ് ടീമിന് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് ഓരോ ചെന്നൈ ആരാധകരും. ഈ വർഷത്തെ IPL കിരീടം ചെന്നൈയിലേക്ക് എത്തുമോ അതോ മുംബൈയിലേക്ക് എത്തുമോ എന്ന സംശയമാണ് എല്ലാവർക്കും. 6ാം കപ്പ് ആദ്യം ആരടിക്കും, അർമാദത്തിൽ ആറാടുന്നത് ആരായിരിക്കും എന്നറിയാൻ മാർച്ച് 22 മുതൽ IPL ആരംഭിക്കുകയാണ്. ചാനലുമായി തുടർന്നുള്ള വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക.